ഹായ് ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് നമുക്കൊരു പാർക്കിൽ വരെ പോകാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ അടുത്തൊരു റൊഡാഫ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോണത്. അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇവരെല്ലാവരും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമേ. ഇത് ജിൻസി, നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഇവളെ. ഇത് നമ്മുടെ സിനി, ഇത് ശരണ്യ, പുറകിൽ വരുന്നത് അനില ചേച്ചി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടാണ് കേട്ടോ ഇന്നീ പോണത്. ഞാൻ ഏത് വീഡിയോ എടുത്താലും നമ്മുടെ ജിൻസി ആണെങ്കിൽ പുറകെ വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നുണ്ടാവും. പിന്നെ ദേ സിനി ആണെങ്കിൽ ബോഗൻവില്ലയൊക്കെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കൂടത്തിൽ ഞാനും പോയി 2 ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്. ഈ ഒരു നടപ്പിൽ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ആ റോഡിൽ വീഴുമെന്ന് കേട്ടോ. പിന്നെ നമ്മുടെ വഴികാട്ടി ജിന്നാണെങ്കിൽ നമുക്ക് വഴിയൊക്കെ കാണിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പോയ വഴിക്ക് കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറുത്. അതൊക്കെ നമ്മൾ കണ്ട് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ ഈ പോക്ക്. ഞാനെപ്പോഴും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വിചാരിക്കും, പൊതുവേ പണ്ടൊരു ഇൻട്രോവേർട്ട് ക്യാരക്ടറായിരുന്നു ഞാൻ, ഇങ്ങനെ ആയി എന്ന്. അത് എന്നെ അറിയാവുന്ന ഒട്ടുമിക്കവരുടെയും ചോദ്യമാണ് കേട്ടോ. ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. കാരണം ഞാൻ പണ്ടേ അങ്ങനെ വലിയധികം ആരോടും മിണ്ടത്തില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്ന് നമ്മൾ നമ്മുടെ റൊഡാഫ് പാർക്കിലെത്തി. അപ്പം അവിടെ ഒരു സർക്കിൾ പോലെ ഒരു ഇതുണ്ടായിരുന്നു. അതിലാണെങ്കിലും 3-4 വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ. എങ്കിലും വഴി തെറ്റില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ നടന്നു. അങ്ങനെ പോയ വഴിക്ക് കണ്ട ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിൻ്റെ വീഡിയോയിൽ ഞങ്ങളെയും കൂടെ കയറ്റണേടി എന്ന് പറഞ്ഞുള്ള നടപ്പാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ഇരിക്കട്ടെ എന്ന്. അങ്ങനെ വീഡിയോസും എടുത്ത് വർത്താനവും പറഞ്ഞ് ഞങ്ങളിതേ നേരെ പാർക്കിൻ്റെ അടുത്ത് എത്താറേ. ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് നടന്നിരുന്നത്. പക്ഷേ അടുത്തെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയെന്ന്. അപ്പം നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് തായ്ഫ് സൂ എന്ന് പറഞ്ഞൊരു സൂയിലാണ് കേട്ടോ. ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ റൊഡാഫ് പാർക്ക്. ഇവിടെ കയറണമെങ്കിൽ നമുക്ക് 15 റിയാലെങ്ങാണ്ട് ഒരാൾക്ക് എൻട്രി ഫീ ഉണ്ട്. അപ്പം നമ്മൾ നേരെ അവിടുന്ന് ഒരു ഫോട്ടോയൊക്കെ പുറത്ത് നിന്നെടുത്ത് തിരിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ. ഒത്തിരി ദൂരമൊന്നുമില്ല, ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പാർക്കും. അപ്പോൾ ചമ്മിയൊന്നും ആരും കാണണ്ടെന്ന് വിചാരിച്ച് 2 വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതിനടുത്തെത്താറായപ്പോഴേക്കും ഇങ്ങനൊരു സാധനം കണ്ടു. ഇതും അവർ പാർക്കിന് വേണ്ടിയിട്ട് എന്തോ ഒന്നും ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പാർക്കിൽ എൻട്രി ആയി. ഇവിടെ അത്യാവശ്യം വലിയ പാർക്കായിരുന്നു. പിന്നെ നമ്മൾ വന്നതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. നടന്നു പോകാൻ പറ്റാത്തവർക്ക് വണ്ടിയിൽ പോയി കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ ഇവർ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അപ്പം ആ കാണുന്ന സ്ഥലത്തായിട്ട് നമുക്ക് ഒരു നൈറ്റ് ആകുമ്പോഴേക്കും വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്ലവർ സെറ്റിങ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാണാൻ തന്നെ നല്ലൊരു രസമായിരുന്നു കേട്ടോ. നൈറ്റ് ആകുമ്പോഴേക്കും ഇതിൽ ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്യും. അവിടെ നിന്ന് പിന്നെ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ നമ്മളെടുത്തു. അതാണല്ലോ നമുക്ക് മെയിൻ. അങ്ങനെ ആ പാർക്കൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് നടന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല പച്ചപ്പും കാര്യങ്ങളും പിന്നെ നമുക്ക് അത്യാവശ്യം ഗെയിമിങ്ങിനുള്ള സംഭവങ്ങളും പിന്നെ എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെ എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാർക്കായിരുന്നു കേട്ടോ ഇത്. അവിടെ ഒരു ബ്രിഡ്ജ് പോലത്തെ സാധനമുണ്ട്. അവിടെ കയറി 2 ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. അപ്പോൾ പോയ വഴിക്ക് എല്ലാം നിങ്ങളെ ഒന്ന് ചുറ്റി കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. എനിക്കേതായാലും ഈ പാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരെല്ലാവരും ആണെങ്കിൽ ഫോണൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും എല്ലാം ഒന്ന് എടുത്തു കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു ബ്രിഡ്ജ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ കയറി നടന്നപ്പം സിനിയാണെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു വന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. ഞാൻ അതനുസരിച്ച് അങ്ങ് നടക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് KSA എന്ന് എഴുതിയതാണ്, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. പിന്നെ നമുക്ക് ആ ഫ്ലവർ സെറ്റിങ്സ് പോലെ കുറച്ച് ലോങ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി 2 വീഡിയോയൊക്കെ എടുത്ത് നമ്മൾ അപ്പോഴാണ് നമ്മുടെ സീനിക്കൊരാഗ്രഹം ഡാൻസ് കളിക്കണമെന്ന്. എന്നാൽ കളിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അവരുടെ ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വാട്ടർ ഡാൻസ് സ്റ്റാർട്ടായതിൻ്റെ മ്യൂസിക് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഓടുവാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേക്കും അത് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടക്കം ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും ഏകദേശം എല്ലാവരും വന്നത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങളും കൂടി ഇതൊന്ന് കാണേ.
അങ്ങനെ വാട്ടർ ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഐ ലവ് യു റുഡാഫ് എന്ന് എഴുതി ഒന്നുണ്ടായിരുന്നു. അതും കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി കേട്ടോ. കാരണം നന്നായിട്ട് ഇരുട്ടാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ ചെല്ലണമല്ലോ, അതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി. പോണ വഴിക്ക് നോക്കിയപ്പോൾ കുതിരയിലൊക്കെ കുറച്ച് പേരിങ്ങനെ പോണുണ്ട് കേട്ടോ. പിന്നെ ഡാൻസ് അറിയാൻ പാടില്ലാത്ത എനിക്കൊരാഗ്രഹം ഡാൻസ് കളിക്കണമെന്ന്. പിന്നെ ഞാൻ ഇവൾമാരെയും കൂട്ടി ഈ നട റോഡിൽ കിടന്ന് കുറച്ച് ഡാൻസും കളിച്ച് അതിൻ്റെ കുറച്ച് വീഡിയോസുമായിട്ട് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലെത്തി. അപ്പോഴാണ് നമ്മുടെ അവിടെ ഐസ്ക്രീം കടയുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് മേടിച്ച് കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ.